കോതമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന റോഡിലേക്ക് മറിച്ചിട്ട പന ദേഹത്ത് വീണ് മരിച്ച ആൻമേരിയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വദേശമായി തൃശൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവിടെ നിന്നുള്ള വിവരം. ബൈക്കോടിച്ചിരുന്ന കോതമംഗലം സ്വദേശി അൽത്താഫ് കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു കൊച്ചായിരുന്നു. എൻജിനീയറിങ് മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ അവള് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത് ആൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ ചേർന്നത്. അപ്പോൾ ആ ഒരു വാശിയിൽ അപ്പോൾ അവൾ തീർക്കണം, ഇവിടെ തന്നെ പഠിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. സപ്ലി ഒന്നുമില്ല, അതാണ് ഏറ്റവും വലിയ. എല്ലാ ടീച്ചേഴ്സും അതാണ് പറയുന്നത്, നന്നായി പഠിച്ചിരുന്നൊരു കൊച്ചായിരുന്നു. നമുക്കിപ്പം സ്നേഹമോൾ ഞാൻ ചേരുന്നുണ്ട്. സ്നേഹ, ഇപ്പോൾ ആൻമരിയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും നിലവിൽ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തൃശ്ശൂരുള്ള ആൻമരിയുടെ സ്വദേശമാണ് തൃശ്ശൂരേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. തൃശ്ശൂരിലെ പുതുക്കാടിന് സമീപമുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ വൈകുന്നേരം 4 മണിയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും തികച്ചും അതിദാരുണമായ സംഭവമായിരുന്നു. ഇന്നലെ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് കട്ടപ്പനയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്ന വഴി നീണ്ടപാറയിൽ വെച്ചാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. നീണ്ടപാറയിൽ വെച്ച് കാട്ടാന പന മറിച്ചിട്ടതിനെ തുടർന്ന് ഈ പന ദേഹത്ത് വീണാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും പ്രദേശവാസികളൊക്കെ പറയുന്നതനുസരിച്ച് നിരന്തരം കാട്ടാനയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് അതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം MLA ആന്റണി ജോൺ ഉണ്ട്. തികച്ചും അതിദാരുണമായൊരു സംഭവമാണല്ലോ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്താണ് തുടർന്നുള്ള നടപടികൾ? ഇപ്പോൾ ഏതാണ്ട് നടപടികൾ പൂർത്തിയാവുകയാണ്. ഒരു അരമണിക്കൂറിനകം ഇവിടെ നിന്നും ഭൗതിക ശരീരം പുതുക്കാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വൈകുന്നേരം 4 മണിയോടുകൂടി പാഴായി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് സംസ്കരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ നിരന്തരം ഈ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ ഭീതിയുണ്ടെന്നാണ് പ്രദേശവാസികളടക്കമുള്ളവർ പറഞ്ഞത്. അപ്പോൾ അതിനൊരു പരിഹാരം ഉടൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി നടപടികൾ ഇതിനോടകം തന്നെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ RRTയുടെ സേവനം സദാസമയവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അപകടമുണ്ടായ പ്രദേശം ചെമ്പൻകുഴി, അതോടൊപ്പം തന്നെ കരിമണൽ, നീണ്ടപാറ അടക്കം വരുന്ന പ്രദേശങ്ങളിൽ 5 കിലോമീറ്റർ ദൂരത്തിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് ഏറ്റവും ഫലപ്രദമായ ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ആവശ്യമായ വെളിച്ച സംവിധാനങ്ങൾ, നമ്മൾ മിനി മാസ്റ്റ് ലൈറ്റുകളും അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പുതിയതായി സ്ഥാപിച്ചുകൊണ്ടുള്ള മറ്റ് ക്രമീകരണങ്ങളടക്കം സാധ്യമായ നിലയിലുള്ള എല്ലാ മാർഗങ്ങളും നമ്മളവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അപ്രതീക്ഷിതമായി റോഡിലൂടെ യാത്ര ചെയ്ത് പോകുന്നതിനിടയിൽ സംഭവിച്ചതാണ്. ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. റോഡിലേക്ക് പന മറിച്ചിടുകയായിരുന്നു. വല്ലാത്തൊരു സംഭവമായി ഇപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടമാണ്. പന ദേഹത്തേക്ക് വീണാണ് ആൻമരിയ മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയാണ്.